വലിയൊരു ഭാരമാണ്. ബന്ധു വന്ന ഉടനെ തമാശ പറയും, എല്ലാവരെയും ചിരിപ്പിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല. കാരണം അച്ഛൻ പോയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷെ ഇങ്ങനൊരു പരിപാടിയുടെ ഒരു കോസ്, ഏട്ടൻ ഇതിൽ ഷോ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കോസ് മാനിച്ച് അതുകൊണ്ട് തീർച്ചയായിട്ടും വരണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ് അച്ഛൻ പോയതിനു ശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഗുഡ് വില്ലും കൂടെ ചിന്തിച്ചപ്പോൾ പിന്നെ വരാം എന്ന് വിചാരിച്ചു. അപ്പോ പ്രത്യേകിച്ച് തമാശയൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ ഒരു സുഹൃത്തും സിനിമയിലൊക്കെ ഉള്ള ഒരാള് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വൈകുന്നേരങ്ങളിൽ സ്ഥിരം സദസ്സുകളിൽ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം, പഠിച്ചിട്ടില്ല, പോയിക്കൊണ്ടിരുന്ന സമയമാണ്. വെറുതെ ഇങ്ങനെ വരും. അങ്ങനെ പോയി വരുന്ന സമയത്ത് അച്ഛൻ വരുന്നവരടുത്തൊക്കെ അച്ഛൻ്റെ ഒരു സ്ഥിരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ മുന്നിൽ കുറച്ച് രണ്ടെണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരെ മുന്നിൽ എന്നെ വിളിച്ച് അപമാനിക്കുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു. അപ്പൊ ഞാനതിന് അർഹനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇരുന്ന് കൊടുക്കും, തിരിച്ചൊന്നും മറുപടി പറയാറില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ നീ എന്തെങ്കിലും നീ രക്ഷപ്പെടുവാണെങ്കിൽ നിന്റെ കയ്യിൽ 10 കാശൊക്കെ വരുന്ന സമയത്ത് നീ 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. എന്ന് വെച്ചാൽ എനിക്ക് മുന്നോട്ട് എന്ത് എന്നുള്ളത് പോലും അറിയാത്തൊരു കാലത്താണ് എന്നോട് പറഞ്ഞു 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പൊ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപ വരുവാണെങ്കിൽ ഒരു 60 രൂപ അല്ലെങ്കിൽ 600 രൂപ നീ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടണം. പിന്നെ വരുന്ന ഒരു 300 രൂപ രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുക. പിന്നെ വരുന്ന ഒരു 100 രൂപ മൂന്നാമത് തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഞാൻ ഒരു 1000 രൂപ ഇട്ടൊരു 50 രൂപ എടുക്കാൻ ഇല്ലാത്ത സമയത്താണ് ഈ പുള്ളി എന്നെ ഉപദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്കിൾ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന കാശ് നിനക്ക് നിന്റെ ആവശ്യങ്ങൾക്കും തുണിമണി വാങ്ങിക്കാനും നിന്റെ ചെലവുകൾക്കും ഇതൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ, ആ പൈസ കൊണ്ട് നിനക്ക് ഈ